സർവശക്തനും കരുണയുമുള്ള പിതാവേ, പ്രാർത്ഥനകൾ കേൾക്കുന്നവനും യാചനകൾ നൽകുന്നവനുമായ സ്വർഗസ്ഥ പിതാവേ, ഈ രാത്രിയിൽ നിങ്ങളിലേക്ക് ഞങ്ങളുടെ കണ്ണുകൾ ഉയർത്തുന്നു. കർത്താവേ, തിരുസന്നിധിയിലേക്ക് വരുന്ന ഈ കുഞ്ഞുങ്ങളെ നിൻ്റെ കരുണയിൽ സ്വീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ അനുസരിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ദാസൻ തൻ്റെ ജീവിതത്തിൽ തൃപ്തരാകും. അവനാണെന്ന് താൽ ആർത്തുപാടും. അവിടുന്ന് പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുമ്പോൾ കരച്ചിലോ നിലവിളിയോ ഉണ്ടാകില്ല. 100 വയസ്സ് ജീവിക്കുന്നത് അനുഗ്രഹപ്രദമായിരിക്കും. തൻ്റെ ജനം വൃക്ഷങ്ങൾ പോലെ ദീർഘകാലം ജീവിക്കും. അവരുടെ അധ്വാനം വെറുതെയാകുകയില്ലെന്ന് അവിടുന്ന് വാഗ്ദാനം ചെയ്യുന്നു. അവരുടെ മക്കൾ ആപത്തിൽ പെടുകയില്ലെന്ന് അവിടുന്ന് ഉറപ്പ് പറയുന്നു. അവർ സർവേശ്വരന് അനുഗ്രഹിക്കപ്പെട്ട സന്തതികളായിരിക്കും. കർത്താവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളും അനുഗ്രഹിക്കപ്പെട്ട തലമുറയായി വളർന്ന് പന്തലിക്കാൻ ഇട നൽകണമേ. അവരോട് കരുണ തോന്നണമേ. ഈ ആകാശം നിൻ്റെ സിംഹാസനവും ഭൂമി നിൻ്റെ പാദപീഠവുമാണ്. ആ പാദപീഠത്തെങ്കിൽ താഴ്മയോടെ കൃതാർത്ഥയോടെ അടിയങ്ങൾ അർപ്പിക്കുന്ന ഈ പ്രാർത്ഥനയാഗങ്ങൾ കർത്താവെ കൈക്കൊണ്ട് ഈ ദിവസം ഞങ്ങളെ കാത്തു സംരക്ഷിച്ച ദൈവമേ, യാത്രയുടെ കരാളഹസ്തങ്ങളിൽ നിന്നും സാത്താൻ്റെ കുടിലതന്ത്രങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്ത് സമാധാനത്തിൻ്റെ സംതൃപ്തിയുടെ ഒരു രാത്രി ഞങ്ങൾക്ക് ദാനമായി തരണമേ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ച് അപേക്ഷിക്കുന്നു. ആമേൻ.